കേരളത്തിൽ അന്യമായിക്കൊണ്ടിരിക്കുന്ന പുരുഷാർത്ഥ കൂത്തിന് ദുബായിൽ പുനർജനി. സാംസ്കാരിക സംഘടനയായ തിരനോട്ടമാണ് വാങ്മയം എന്ന പേരിൽ പ്രവാസികൾക്കായി 9 ദിവസം നീണ്ട പുരുഷാർത്ഥ കൂത്ത് സംഘടിപ്പിച്ചു വരുന്നത്. ഇതാദ്യമായാണ് കേരളത്തിന് പുറത്ത് ഇത്ര വിപുലമായ പുരുഷാർത്ഥ കൂത്ത് അവതരിപ്പിക്കുന്നത്. കൂടിയാട്ടം കലാകാരായ മാർഗി മധു, പത്നി ഡോക്ടർ ഇന്ദു എന്നിവരുടെ നേതൃത്വത്തിലാണ് അവതരണം. പത്മഭൂഷൺ അമ്മന്നൂർ മാധവ ചാക്യാരുടെ ശിഷ്യനാണ് മാർഗി മധു. വിദൂഷകനിലെ പുറപ്പാടിന് ശേഷം വേശ്യാഗുണം, വഞ്ചനം, സമുദായ വർണ്ണന എന്നീ ഭാഗങ്ങളാണ് ഇന്നലെ അവതരിപ്പിച്ചത്. സമുദായ വർണ്ണനയിൽ ശാന്തിക്കാർ, പൊതുവാൾ, നമ്പ്യാർ, വാര്യർ, ഷാരടി തുടങ്ങിയവരെ തലനാരിഴ കീറിമുറിച്ച കലാകാരൻ ഇവയിലെ നെല്ലും പതിരും വേർതിരിക്കുകയായിരുന്നു. വിദൂഷകൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ വിശേഷേണ ദൂഷ്യം പറയുക എന്നാണ്. അതായത് സമൂഹത്തിലെ ഓരോ വിഭാഗത്തിൻ്റെയും, അത് സംവേദനം ചെയ്യുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളെ അവരോട് തന്നെ വളരെ ഭംഗിയായിട്ട് പറയുകയും അവരതിൽ നിന്ന് തിരുത്തുകയും ചെയ്യുക എന്നുള്ളതല്ല, അത് കഴിഞ്ഞിട്ട് അവരെ കുറ്റം പറയുക എന്നുള്ളതല്ല, അവരെ തെറ്റുകളെ അവരെ മനസ്സിലാക്കി അവരെ തിരുത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. അതോടൊപ്പം തന്നെ ഭാരതത്തിൽ ആരെയും വിമർശിക്കാനുള്ള ഒരു ജനാധിപത്യ ബോധം നമുക്കുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം കലാരൂപങ്ങൾ. അശനത്തിലെ ഗണപതി പ്രാതലാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ബുധനാഴ്ച സരസവിരസൻ, വിരസസരസൻ എന്നീ വിഷയങ്ങൾ പ്രതിപാദിക്കും. വ്യാഴാഴ്ച 12ാം മാസവും അവസാന ദിവസമായ വെള്ളിയാഴ്ച രാജസേവയുമായിരിക്കും വിഷയങ്ങൾ. ഓരോ ദിവസത്തെയും അവതരണത്തിന് മുൻപ് അതത് വിഷയങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നത് ആസ്വാദന നിലവാരം ഉയർത്തി. ഇതോടൊപ്പം കൂടിയാട്ട പരിചയക്കളരിയും ഒരുക്കിയിട്ടുണ്ട്. മനോരമ ന്യൂസ്